എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വണ്ടി എടുത്ത സമയത്ത് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പോരായ്മകളൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ഇപ്പോൾ 400 കിലോമീറ്റർ ഏകദേശം കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. ഞാൻ അധികം പറഞ്ഞു നീട്ടുന്നൊന്നുമില്ല. ഇതൊരു ചെറിയൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് ഇടുന്നൊരു വീഡിയോ ആണ്. അതായത് 400 കിലോമീറ്ററിൽ എനിക്ക് എന്താണ് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഹൈപ്പർ റൈഡ് ഒരു ബൈക്കല്ല. അതായത് 30 വയസ്സിന് ശേഷം നിങ്ങൾ ശാന്തമായിട്ട് നിങ്ങൾക്ക് ഒരു യാത്രയാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വണ്ടി കണ്ണും പൂട്ടിയെടുക്കാം, ഒരു കുഴപ്പമില്ല. അതേസമയം നിങ്ങൾക്ക് അഗ്രസീവായിട്ട് പോകണമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. പിന്നെ അതേപോലെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഹിമാലയൻ 450നെ കമ്പയർ ചെയ്തിട്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ ശ്രമിക്കരുത്. അതിൻ്റെ ഓഫ് റോഡ്, അതായത് അതിലിവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഇതൊരു സെമി ഓഫ് റോഡ് വണ്ടിയാണ്. അതായത് 100% ഒരു ഓഫ് റോഡ് വണ്ടിയല്ല, അത് ഇവർ എടുത്ത് പറയുന്നത്. അപ്പോൾ ഹിമാലയൻ 450 ആണെന്ന് വിചാരിച്ചിട്ട് അത് 440cc ആണല്ലോ, അതേ കമ്പാരിസൺ വെച്ചിട്ട് ഒരിക്കലും ഈ വണ്ടിയിലേക്ക് നിങ്ങൾ പോകാൻ ശ്രമിക്കരുത്. അതെനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ ഞാൻ ഈ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഹൈറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ എൻ്റെ 171 സെൻറ്റിമീറ്ററാണ് കേട്ടോ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആ ഹൈറ്റിൽ ഈ വണ്ടി ഓക്കെയാണ്. പിന്നെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള വണ്ടിയാണ്. 196 kgയോളം ഏകദേശം ഇതിന് വെയിറ്റ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വേറെ വല്ല ഇഷ്യൂ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഡോമീറ്റർ വെച്ചാൽ അതായത് ഫ്യൂവൽ ഏകദേശം റിസർവ് ആകുന്നതിന് മുന്നേ പെട്ടെന്ന് റിസർവ് ആകുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. അത് ഇററായിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ 500 കിലോമീറ്ററിലാണ് ഇനി അടുത്ത സർവീസ് വരാൻ പോകുന്നത്. അപ്പോൾ സർവീസ് ഞാൻ നാളെ ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സർവീസ് ചെയ്യാൻ പോവാണ്. സർവീസിൻ്റെ സമയത്ത് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളത്, നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറയുക. നമ്മൾ സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി കഴിഞ്ഞാലും വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. പക്ഷേങ്കിൽ ക്ലച്ച് നോർമലി വിടുന്ന, അതായത് ഗിയർ മാറ്റി ക്ലച്ച് വിടുമ്പോഴത്തെ വണ്ടി ഓഫ് ആകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉള്ള ചെറിയ ആക്റ്റീവയിലും അതേപോലത്തെ ഡിയോ പിന്നെയുള്ള ഒരുപാട് TVSൻ്റെ ഒക്കെ വണ്ടികളിൽ നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അത് എനിക്കിതിനെപ്പറ്റി അറിയില്ല ഇപ്പോൾ അങ്ങനെയാണോ എന്നുള്ളത്. പുതിയ വണ്ടിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങളുള്ളതെന്ന് എനിക്കറിയില്ല. ഇത് വണ്ടി സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാലും വണ്ടി നമ്മൾ സെൽഫ് കൊടുക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ടാകുന്നുണ്ട്. അതെനിക്ക് കംപ്ലൈൻ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നാളെ സർവീസിന് പോകുന്നതാണ്. നാളെ സർവീസിന് പോയിട്ട് ആ സർവീസ് കോസ്റ്റൊക്കെ എത്രയാണ് ചാർജ് വരുന്നതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. അപ്പോൾ ഞാനിപ്പോൾ എത്തിയ സ്ഥലം എന്ന് കാണുന്നുണ്ട്, നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ട്. ഞാനിപ്പോൾ വയനാട്ടിലേക്ക് പോകണം കേട്ടോ. വയനാട്ടിൽ പോകുന്ന സമയത്തുള്ള അടിപൊളി ലൊക്കേഷനാണ്. നെടുമ്പോയിൽ വഴി വരുമ്പോഴാണ്, തലശ്ശേരിയിൽ നിന്ന് നെടുമ്പോയിൽ വഴി വരുമ്പോൾ അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. ഇത് ഏലപ്പിടിയാണ്. അപ്പോൾ ഇതുവരെ ഇവിടെ വരാത്തവരുണ്ടാവില്ല, വളരെ ചുരുക്കമാണ്. തലശ്ശേരിയിൽ നിന്ന് അധികം ആൾ വരുമ്പോൾ ഇതേ റൂട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ വേറെ എവിടുന്ന് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയൊരു വാട്ടർഫോൾ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അനുഭവം എന്ന് വെച്ചാൽ ഒന്ന് പങ്കുവെക്കുക കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് തന്നെയായിരിക്കും. വീഡിയോ മിസ് ചെയ്യേണ്ട. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക എന്തൊക്കെയാണ് അഭിപ്രായം എന്നുള്ളത്. പിന്നെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കൂടുതൽ റൈഡിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.